Hey all, this is Merit here, your coach, your mentor, your trainer in trading. ഇന്ന് നമുക്ക് ഫോറക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഫോറക്സ് ട്രേഡ് ചെയ്യാനായിട്ട്. എന്നാൽ എല്ലാവർക്കും ഡൗട്ടാ ഏത് ബ്രോക്കർ ഞാൻ ചൂസ് ചെയ്യണം, ഇത് യൂസ് ചെയ്താൽ ശരിയാകുമില്ല, എൻ്റെ പൈസ എനിക്ക് പോകുമോ എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം. എന്നാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് അൽപാരയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനും ഗുഡ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരെണ്ണം തന്നെയാണ്. ഞാൻ എന്തായാലും ഇതിലാണ് കറന്റ് യൂസ് ചെയ്ത്. ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വേറൊരു ബ്രോക്കർ എന്ന് വരുന്നോ നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഒരു സെഗ്മെന്റിലും, അതിപ്പോ സ്റ്റോക്കിലാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും ഫോറക്സിലാണെങ്കിലും ആസ് ഓഫ് റൈറ്റ് നൗ ഏത് ബ്രോക്കറാണോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ടൂളാണ്. ഇപ്പം ഞാൻ സ്റ്റോക്കിൽ ആദ്യം ഞാൻ സിറോദ, അപ് സ്റ്റോക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഞാൻ ഫുള്ളി യൂസ് ചെയ്യുന്നത് ദന്നാണ്. എന്നാൽ ബൈനാൻസ്, വസിറെക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്രിപ്റ്റോ 2021 ആയിരുന്നു ഞാൻ അത് കൂടുതൽ യൂസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ തിരിച്ച് ട്രേഡിംഗിലേക്ക് വരാൻ തന്നെ കാരണം ഡെൽറ്റ എക്സ്ചേഞ്ച് ആണ്. ഡെൽറ്റ എക്സ്ചേഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതും. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ഇതിന്റെ എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ ഡെൽറ്റയുടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം കൂടെ കാണും. നിങ്ങൾ അതുകൂടെ ഫില്ല് ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ ടീം നിങ്ങളെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ട്രേഡ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എനിവേ, അപ്പൊ നമുക്ക് ഫോറക്സിനെ പറ്റി സംസാരിക്കാം അല്ലെ. അപ്പം അൽപാരയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കാം എന്നതാണ് നമ്മൾ നേരെ നോക്കുന്നത്. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അൽപാരയുടേത്. അത് നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഓപ്പൺ അക്കൗണ്ട് നമ്മൾ നേരെ കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട്, അതായത് ടോട്ടലി ഒരു പുതിയൊരു അക്കൗണ്ട് ആണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് കൊടുക്കുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വരും. ഇവിടെ ഇന്ത്യ എന്നൊരു ഓപ്ഷൻ ആണുള്ളത്. ദെൻ സൈൻ അപ്പ് ഹിയർ, ഈ ഒരു ടിക്ക്, ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. യുവർ ക്യാപിറ്റൽ ഈസ് അറ്റ് റിസ്ക്, അവർ വാൺ ചെയ്യുന്നുണ്ട് നമ്മളെ. ഓക്കെ, അപ്പൊ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട്. എല്ലാവരും എന്തിനാ ഫോറക്സിലോട്ട് വരുന്നത്? എനിക്ക് തോന്നുന്നത് ഫണ്ടഡ് അക്കൗണ്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്. സെക്കൻഡ്ലി ലിവറേജ്. തേർഡ്ലി, മൂന്നാമത്തെ റീസൺ ആണ് 24/5, ആഴ്ചയിൽ 5 ദിവസം ഫുൾ ടൈം അവൈലബിൾ ആണ് എന്നുള്ളത്. ലിവറേജ് തന്നെയാണ് മെയിൻ, ആൻഡ് ഓൾസോ ഫണ്ടഡ് അക്കൗണ്ടും ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മളിവിടെ മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുക. റൈറ്റ്, മെയിൽ ഐ ഡി നമ്മളിവിടെ കൊടുക്കുക. മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. ദെൻ അതിൻ്റെതായിട്ടൊരു പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഗുഡ്, ഞാനൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തു. ക്യാപിറ്റൽ ലെറ്റർ വേണം, ആൻഡ് ഓൾസോ ഒരു നമ്പറും നിങ്ങൾ ഇതിനകത്ത് കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് മറക്കരുത്. ആൻഡ് ദെൻ ലേറ്റർ നമുക്ക് ആ മെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പൊ OTP നേരെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. പലരും ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഇതിൽ ഏതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അടുത്തത് നമ്മളൊരു 5 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 5 ഡിജിറ്റ് പിൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, അതും നിങ്ങൾ മറക്കരുത്. അപ്പൊ നമ്മൾ എന്താ, യുവർ 5 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇറ്റ്സ് ഡൺ. ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ പേര്, ഫുൾ ഡീറ്റെയിൽ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓൾറൈറ്റ്, ഞാൻ പേര് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്ലി, ഫസ്റ്റ് നെയിം മാത്രം അവിടെ കൊടുക്കുക. സെക്കൻഡ് നെയിം നമുക്ക് ഇവിടെ കൊടുക്കാം. ആ നമ്പരും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഗുഡ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ കൊടുക്കുക. എത്ര? 18/10/2002. സോ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ കറക്റ്റ് ആയിട്ട് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ റെഗുലേറ്ററീസിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമുക്ക് ഇതിനകത്ത് ഒരു ഫ്രീ അക്കൗണ്ട്സ് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകുന്നതായിരിക്കും. ലൈവ് അക്കൗണ്ട്സിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുക. അടുത്തത് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളൊരു കാര്യം കൊടുക്കുക. നമ്മൾ നാഷണൽ, നമ്മൾ ഇവിടെ തന്നെയാണോ നമ്മൾ ജനിച്ചിട്ടുള്ളത്, അതായത് ഇന്ത്യയിലാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. സോഴ്സ് ഓഫ് ഫണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് സോഴ്സ്, നിങ്ങൾ ഫണ്ട് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, അഗ്രികൾച്ചർ ആണോ, ഇല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് ആണോ, ഓട്ടോമോട്ടീവ്, കറന്റ്ലി എന്താണ്, ഞാനിപ്പം അതർ കറന്റ്ലി കൊടുക്കുകയാണ്. ദെൻ ലൈക്ക് ഇവിടെ ഫ്രീലാൻസ്, ഇല്ലെങ്കിൽ നമുക്കിവിടെ ജോബ് ഓപ്ഷനും കൂടെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കറന്റ് ഫ്രീലാൻസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. റൈറ്റ്, ജോബ് ടൈറ്റിൽ,
റൈറ്റ്. സോ ഒരു ജോബ് ടൈറ്റിലൂടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നമ്മുടെ സോഴ്സ് നമ്മൾ കാണേണ്ടതായിട്ടാണ്. സോ ഞാനിവിടെ എംപ്ലോയിഡ് എന്നൊരു രീതിയിൽ തന്നെ കൊടുക്കുകയാണ്. ദെൻ അത് നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണോ ചെയ്യുന്നത്, നിങ്ങളുടെ നോർമൽ ഡീറ്റെയിൽ ഉണ്ടല്ലോ അത് തന്നെ അവിടെ കൊടുക്കുക. നമ്മൾ അടുത്തത് നമ്മളുടെ ഐഡന്റിറ്റി, അതായത് ജസ്റ്റ് വെരിഫൈ യുവർ ഐഡന്റിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും നമ്മൾ നേരെ കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ വെരിഫിക്കേഷൻ നടക്കുകയാണ്. സോ അത് നമ്മളൊന്ന് നേരെ കണ്ടിന്യൂ ചെയ്ത് വിടുക. ഐഡന്റിഫൈ കണ്ടിന്യൂ ഓൺ ദിസ് ഡിവൈസ്. Then okay, data privacy, good, fine, agree ചെയ്ത് കാര്യങ്ങൾ വിടുക. അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, പാന്, വോട്ടേഴ്സ്, അപ്പൊ ഇത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയല്ല, നമ്മളത് പിക്ക് എടുക്കണം. ആ ഒരു ഡിവൈസിൽ നിന്ന് നമ്മൾ പിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ആധാർ കാർഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അടുത്തത് CR ഐഡന്റിഫൈ. CR നമുക്ക് ഓക്കെ, ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഞാനിത് ഡയറക്ട്ലി അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നേരെ നമ്മളിത് അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഫ്രണ്ട് സൈഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ടൊന്ന് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തു പോവുക. വെരിഫൈങ് യുവർ ID. ഇപ്പൊ നിങ്ങൾ അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവരത് റിജക്ട് ചെയ്യുന്നതാണ്. സോ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളത് കൊടുക്കുക. അടുത്തത് ഒരു സ്വാപ്പ് ഓർ സ്വാപ്പ് ഫ്രീ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ഇവിടെ സ്വാപ്സ് ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. സോ സ്വാപ്സ് നിങ്ങൾക്ക് അവിടെ പാസ് ചെയ്യാവുന്നതാണ്. അടുത്ത നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് എന്തിന്റെ ബേസിസിലാണ്? മോസ്റ്റ് മിനിമം ഡെപ്പോസിറ്റ് $300 ഉണ്ട്, സ്റ്റാർട്ട് സ്മോളർ ഉണ്ട്, മൈക്രോ ഉണ്ട്. സോ ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുക, ലെറ്റ്സ് ഒരു മിനിമം ഡെപ്പോസിറ്റ് ഒരു $100 എന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ USDT തന്നെ കൊടുക്കുക. അതായത് US ഡോളർ വേണോ യൂറോയിൽ വേണോ എന്ന് ചോദിക്കുന്നത്, നമ്മൾ US ഡോളർ തന്നെ കൊടുക്കുകയാണ്. അടുത്തത് എത്ര ലിവറേജ് നിങ്ങൾക്ക് വേണം? സോ 1:1000 എന്ന രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തേക്കുക. അവിടെ വെച്ചേക്കുക. 1:1000 ഒന്നും വേണമെന്ന് ഞാൻ പറയുകയില്ല. ഒരു 1:100 ഇല്ല 1:200 തന്നെ ആവശ്യമുള്ളൂ. ബട്ട് നിങ്ങൾ മാക്സിമം ലിവറേജ് അതിൽ കൊടുത്തു വെച്ചേക്കുക. ക്രിയേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട്. അങ്ങനെ നമ്മളുടെ ആ ഒരു ഫൈനൽ മെയിൻ സ്റ്റേജും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ അക്കൗണ്ട് ഇതിൽ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബോണസ് ഓഫർ ചെയ്യുന്നു. ഡൺ. റൈറ്റ്, ഗുഡ്. അപ്പൊ നമുക്കത് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ അക്കൗണ്ട് നമ്പറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ബോണസ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് INR തന്നെ നമുക്ക് ഫണ്ട് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ക്രിപ്റ്റോ ആയിട്ടോ INR-ലായിട്ടോ നമുക്കിത് ചെയ്യാം. ലെറ്റ്സ് ഒരു 10,000 rupees ആകുമ്പോൾ $112.19. നെക്സ്റ്റ് നമ്മൾ നേരെ ഫണ്ട് ലോഡ് ചെയ്യുന്നത് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് UPI ഉണ്ട്, ലോക്കൽ ബാങ്കിങ് ഉണ്ട്. ലോക്കൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. UPI മെത്തേഡ് ഇസ് ഗുഡ്, ബട്ട് UPI മെത്തേഡ് ചെയ്ത് കഴിഞ്ഞ ഒരു 15 to 20 minutes എന്തായാലും 30 minutes ഇവർ പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് എപ്പോഴും ഒരു 15 minutes-നുള്ളിൽ തന്നെ ആകാറുണ്ട്. ചിലപ്പോൾ ഒരു 20 minutes വരെ പോകാറുണ്ട്, 30 minutes വരെ പോകാറില്ല. അടുത്ത നമുക്ക് ഇതിൽ വേണ്ടത് ഒരു Meta 5 ആണ്. പലരും ചോദിക്കാറുണ്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, Meta 4 വേണോ, Meta 5 ആണ് ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫോറക്സ് ബ്രോക്കർ ഏത് വേണമെന്ന ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് തന്നെ കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ.